നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി മകം നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്ന സമയം കൂടിയാണ്. ദീർഘകാലമായി സ്ഥലമാറ്റം ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂല രീതിയിലുള്ള സ്ഥലമാറ്റം ലഭിക്കുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. മേലധികാരികളുടെ സംതൃപ്തി ഉണ്ടാവുന്നതും സഹപ്രവർത്തകരുമായി പരസ്പരം രമ്യതയിൽ പോകുന്നതും പരസ്പര സഹകരണത്തോടെ പെരുമാറുന്നതുമായ ഒരു വർഷമാണ്. സർക്കാർ നേട്ടം ഉണ്ടാവുന്നതാണ്. പ്രൊമോഷൻ ആഗ്രഹിച്ചവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. അനുകൂലമായ സ്ഥലമാറ്റം ലഭിക്കുവാനും ഇവർക്ക് സാധ്യതയുണ്ട്. വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുകയും ജോലിയിൽ ഉയർച്ച നേടുവാനും ഒക്കെ ഈ വർഷം വളരെ അനുകൂലമാണ്. സഹപ്രവർത്തകരുമായി നല്ല യോജിപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. പൊതുവെ ജോലി സംബന്ധമായി വളരെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ്. കൂട്ടു ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതും പങ്കാളിയുമായി നല്ല രമ്യതയിൽ പോകുവാനും ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ്. സാമ്പത്തികമായി പറയുകയാണെങ്കിൽ നേട്ടമുണ്ടാവുന്ന സമയമാണ്. എന്നാലും ചിലവുകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. മെച്ചപ്പെട്ട വരുമാനമുണ്ടാവുമെങ്കിലും അത് വളരെ അധികം ശ്രദ്ധയോടെ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുവാനുള്ള സാധ്യത വന്നു ചേരുന്നതാണ്. ആഡംബരത്തിനും അനാവശ്യമായും കൂടുതൽ പണം ചിലവഴിക്കാതെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സാമ്പത്തികമായി ചില പ്രതിസന്ധികളൊക്കെ വരുവാൻ സാധ്യതയുണ്ടെങ്കിലും അവയൊക്കെ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. വായ്പക്ക് ശ്രമിക്കുന്നവർക്ക് വായ്പ ലഭിക്കുന്ന വർഷം കൂടിയാണ്. എന്നിരുന്നാലും വളരെ അധികം ശ്രദ്ധിച്ച് മാത്രമേ ഈ സമയത്ത് വായ്പ വാങ്ങുവാനും അവ കൈകാര്യം ചെയ്യുവാനും പാടുള്ളൂ. അനാവശ്യ ചിലവുകൾ വന്നു ചേരുന്നത് കൊണ്ട് തന്നെ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ പറ്റാത്ത ഒരു സമയം കൂടിയാണ് എന്ന ഒരു മുൻധാരണ ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് നന്ന്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അലസതയും അശ്രദ്ധയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്നിരുന്നാലും അവർക്ക് വിജയം നേടുവാൻ കഴിയുന്ന വർഷം കൂടിയാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുകയും പുതിയ കോഴ്സുകളിൽ ചേരുവാനും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും ഒക്കെ സാധ്യതയുണ്ട്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ആരോഗ്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മെച്ചപ്പെട്ട ആരോഗ്യം ഉള്ള സമയം കൂടിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. തക്ക സമയത്ത് തക്കതായ ചികിത്സ ചെയ്താൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആരോഗ്യ സംബന്ധമായി ഈ വർഷം വന്നു ചേരുവാൻ സാധ്യതയില്ല. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ, ദമ്പതികൾ തമ്മിൽ ഭിന്നതകൾ ഇല്ലാതെ, തർക്കങ്ങളിൽ ഇടപെടാതെ ഇവർ സൂക്ഷിക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകളൊക്കെ ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയോടെ പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് നന്നായിരിക്കും. സന്താന നേട്ടം ഉണ്ടാവുന്നതും സന്താനങ്ങളെ കൊണ്ട് ഗുണകരമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതുമായിരിക്കും. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുവാനോ സന്താനങ്ങൾ വഴി വരുമാനം വരുവാനോ ഒക്കെ സാധ്യതയുള്ള വർഷം കൂടിയാണ്. പ്രണയിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും
തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും അവസരം വന്നു ചേരുന്നതാണ്. സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്. അതിനൊക്കെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും സന്താന ലബ്ധി വന്നു ചേരുന്നതും ആയിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ വന്നു ചേരുകയും കലാകായിക രംഗത്തും രാഷ്ട്രീയ പ്രവർത്തകർക്കും വളരെയധികം ഗുണം ലഭിക്കുന്ന വർഷമാണ്. അവർക്ക് അംഗീകാരവും പദവിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്തു വാങ്ങുവാനും വീട് വെക്കുവാനും അല്ലെങ്കിൽ വീട് വാങ്ങുവാനും ഒക്കെ കഴിയുന്ന സമയമാണ്. മാത്രമല്ല വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനും സാധിക്കുന്ന സമയമാണ്. ക്രയവിക്രയ നേട്ടങ്ങളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് അതുവഴി ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ 1202 ആണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ഏറെ ഗുണം ലഭിക്കുന്ന ഒരു വർഷമാണ്. എന്നിരുന്നാലും ഇവർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതൽ ലഭിക്കുന്നതിനും ഈ സമയത്തുള്ള ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഗുണകരമായിരിക്കും. പ്രധാനമായും വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും നന്നായിരിക്കും. ഗണപതി ഭഗവാനെയും നാഗദൈവങ്ങളെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ ദോഷങ്ങൾ ലഘൂകരിക്കാൻ സഹായകമാകും.